ഇന്ന് വെള്ളിയാഴ്ച രാവിലെ നഗർകോട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടുന്ന് ഇപ്പോൾ ഭക്തപൂരിലേക്ക് ബസ് കിട്ടും. ഞാൻ നിൽക്കുന്ന ഈ ദർബാർ ഹൈസ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട് ഇവിടെ. പിന്നെ അതിൻ്റെ തൊട്ടപ്പോൾ ദർബാർ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് പയ്യെ നാഗർകോട്ടിലേക്ക് പോകാം. ഇത് ദർബാർ സ്കൂളാണ്, ഹൈസ്കൂളാണ്. ഇത് പണ്ടത്തെ രാജകുമാരൊക്കെ പഠിച്ച സ്ഥലമാണിത്. നേപ്പാളിലെ ഏറ്റവും പഴക്കം ചെന്ന സ്കൂളാണിത്. ഇവിടെ ഇപ്പോഴും പിള്ളേർ പഠിക്കുന്നുണ്ട്. ഈ മുമ്പിൽ കാണുന്ന ആ വേലിയുള്ളതിൻ്റെ അപ്പുറത്തൊരു വലിയൊരു തടാകമാണ്, റാണി പൊക്കാരി തടാകം എന്ന് പറയും. ഇത് അന്നത്തെ രാജാവ് റാണിക്ക് വേണ്ടി പണിത ഒരു തടാകം ആണ്. പിന്നെ ഇവിടുന്ന് ഞാനിപ്പോൾ പോകുന്നത് ഭക്തപൂരിലേക്കാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മുകളിക്കടയും ഉണ്ട്, സബ്വേ ഒക്കെ ഉണ്ട് ഇവിടെ. അടിക്കടം പോകാം, മുകളിക്കടം പോകാം. ഈ കാണുന്ന തടാകമാണ് റാണി പൊക്കാരി തടാകം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നത് ഈ രത്ന പാർക്ക്. ഇതിന് തൊട്ടപ്പുറത്ത് രത്ന പാർക്ക് എന്നൊരു വലിയ പാർക്കുണ്ട്. അവിടെ കയറാനൊക്കെ നമുക്ക് എൻട്രൻസ് ഫീ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ ഈ ഭക്തപൂരിലേക്ക് പോകുന്ന സ്ഥലത്തിൻ്റെ ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളത്. അത് ചെറിയ ബസ്സും വലിയ ബസ്സും ഒക്കെ ഉണ്ട്. ഈ കാണുന്നത് ബിർ ഹോസ്പിറ്റലാണ്. ഇതും നേപ്പാളിലെ ഏറ്റവും പഴക്കം ചെന്ന ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിൽ ഞാൻ കോവിഡ് വാക്സിൻ എടുക്കാനൊക്കെ പോയിട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു. ആ വാക്സിനൊക്കെ എനിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്. ഞാനിവിടെ കുറച്ച് നേരം താമസമുണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് എത്തി. അപ്പോൾ പലരും ചോദിച്ചു പറഞ്ഞു ബാക്കിലേക്കോ എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്തൊരു ബസ് ഉണ്ടെന്നാൽ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് ഈ രത്ന പാർക്കിൻ്റെ ഉൾവശം ചെറുതായിട്ടൊന്ന് എടുത്താണ്. നല്ല മനോഹരമായ സ്ഥലമാണത്. ഭക്തപൂരിൽ പോകാൻ വലിയ ബെടാഗാടിയാണെന്ന് മനസ്സിലായി. ഈ കാണുന്ന ഗാഡി. അപ്പോൾ ഇതിൽ പോട്ടെ. ആ വണ്ടി ചെന്നപ്പോൾ അമ്മാര് പറയാൻ അത് പോകില്ല, പിന്നെ വേറെ വണ്ടിയിലേക്ക് പോകേണ്ടി വരും. ഇവിടെ ഉള്ളവന്മാർക്ക് തന്നെ അറിയാൻ പാടില്ല എങ്ങോട്ടാണ് പോകണമെന്ന്. ഉള്ളവർക്ക് അറിയാം, പക്ഷേ അവർക്ക് എപ്പോഴാണ് സമയം എന്നൊന്നും അറിയില്ല എന്നുള്ളതാണ്. വണ്ടി കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അറിയാം, പക്ഷേ എപ്പോഴാണ് വണ്ടി വരുന്നവർക്ക് അറിയില്ല. പിന്നെ എനിക്കൊരു വണ്ടി കിട്ടി. അപ്പോൾ ഇത് ഭക്തപൂർ വരെ പോകും. അപ്പോൾ അതിൻ്റെ പോകാനുള്ള ആ ഒരു വഴിക്കട നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കാണിക്കുന്ന കാഠ്മണ്ഡു തന്നെയാണ് കേട്ടോ. കാഠ്മണ്ഡു കഴിഞ്ഞിട്ട് കുറച്ച് കണ്ട് പോയിട്ട് ഭക്തപൂരിലേക്ക് എത്തും. പണ്ട് എനിക്കൊരു വണ്ടി ഉണ്ടായിരുന്നു ഇവിടെ. എനിക്ക് ഒരു ജീപ്പ് ഉണ്ടായിരുന്നു, ഒരു ബൈക്കും ഉണ്ടായിരുന്നു. ഞാൻ ബൈക്ക് അധികം യൂസ് ചെയ്യാറ്. അപ്പോൾ ഇത് ഈ കാണുന്നത് ഇവിടുത്തെ പുഴയാണ്, ബാഗ്മതി റിവർ എന്ന് പറയും. അങ്ങേറ്റത്ത് കാണുന്നത് ബാഗ്മതി റിവർ എന്നുള്ള വെള്ളമാണ് ഇവരെല്ലാവരും കുടിക്കുന്നത്. സോ ഇപ്പോൾ ഭക്തപൂരിലേക്ക് പോകുന്ന വഴികളാണ് എല്ലാം സമതലം തന്നെയാണ്. ഭക്തപൂർ വരെ സമതലമായ ഒരു ഏരിയ തന്നെയാണ്. ഇന്ന് നല്ല തെളിഞ്ഞ ആകാശമാണ്, നല്ല വെയിലാണ്. ഈ ഒരു ഏരിയ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കംപ്ലീറ്റ് മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമുള്ളൊരു ഏരിയയാണ്. ഭക്തപൂരിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു സാധാരണ നേപ്പാളിലൊരു ദിവസം ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. ജെന്നിസറിൻ്റെ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഓലിയൊക്കെ ഇവിടെ നിന്ന് ഒളിച്ചോടി എന്ന് കേട്ടു. അതായത് പ്രധാനമന്ത്രി ഇവിടെ വീടൊക്കെ കത്തിച്ചു, പ്രധാനമന്ത്രി സൗദിയിലേക്ക് കണ്ട് ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ടു. ഓക്കെ, ഞാൻ ഇപ്പോൾ ഇത് ഭക്തപൂരിലെത്തി. ഭക്തപൂരിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇഷ്ടി വെച്ചിട്ടുള്ള ഇത് ആയിരിക്കും. മിക്കതും ഇഷ്ടി വെച്ചിട്ടുള്ള ബിൽഡിങ്സ് ആയിരിക്കും. പിന്നെ ക്ഷേത്ര നഗരമാണ്. എവിടെ പോയാലും ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ കാണാം. സോ ഇത് ഫേമസ് ആണ്, റിലീജിയസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഭക്തപൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കാഠ്മണ്ഡുവിലാണെങ്കിൽ നമുക്കറിയാം അവിടെ പശുപതി ക്ഷേത്രം, നാഥ ക്ഷേത്രമൊക്കെ ഉണ്ട്. ഈ ഭക്തപൂർ എന്ന് പറഞ്ഞാൽ മൊത്തം റിലീജിയസ് ആണ്. നേവാർ ഗ്രൂപ്പാണ് അധികം ഇവിടെ ഉള്ളത്. ഇത് നാഗർകോട്ടാണ്, നാഗർകോട്ടല്ല സോറി, ഇത് ഭക്തപൂരാണ്. ഭക്തപൂർ എന്ന് വെച്ചാൽ ക്ഷേത്ര നഗരം തന്നെ അറിയപ്പെടുന്നത്. ഇവിടെ പുരാതനമായ കുറേ ക്ഷേത്രങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ബിൽഡിങ്സിനും പ്ലാസ്റ്ററിംഗ് ഒന്നുമില്ല, ബ്രിക്ക് വെച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സിറ്റിയിലെത്തുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. ബ്രിക്ക് വെച്ച് മാത്രം ബിൽഡിംഗ് പണിതിട്ട് ഈ ബിൽഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു രസമുണ്ട് ഇവിടെ. ഒരു പ്രത്യേക രസം ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ നാഗർകോട്ടിലേക്കുള്ള ബസ് പിടിച്ചിട്ട് അങ്ങോട്ട് പോകണം. ഇനി അങ്ങോട്ടേക്കെല്ലാം ഫുള്ളി മൗണ്ടൻ തന്നെയാണ്. ഇത് ഭക്തപൂരിലെ ചന്തയാണ്. ഇവിടെ ചന്ത എന്ന് വെച്ചാൽ പഴത്തിൻ്റെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. ഞാൻ സ്ഥിരമായിട്ട് കാഠ്മണ്ഡുവിൽ നിന്ന് വരുമ്പോൾ ഇവിടെ നിന്ന് പഴമൊക്കെ വാങ്ങിച്ചിട്ടാണ് നാഗർകോട്ടിലേക്ക് പോകാറ്. ഞാൻ ഒരു ശനി ഞായറൊക്കെ ഒരു ഇറക്കമുണ്ട് ഇങ്ങോട്ടേക്ക്. 2 ദിവസങ്ങൾക്ക് അവധി ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ബൈക്കിലിങ് വരും, എന്നിട്ട് ഇവിടെ നിന്ന് പഴമൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഈ പഴക്കച്ചവടക്കാരൊക്കെ എനിക്ക് ശരിക്കും അറിയാം. 4 വർഷമായി. ഞാൻ പിന്നെ അവർ കാണാൻ പോയില്ല എന്നുള്ളത് കണ്ടാൽ ചിലപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. ഇവിടെ ഒരു മുട്ടുമുക്കിയ കടക്കാരെ എനിക്കറിയാം, കാരണം എന്തെങ്കിലുമൊക്കെ സാധനം എപ്പോഴും വാങ്ങിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ഭക്തപൂർ കഴിഞ്ഞാൽ പിന്നെ നാഗർകോട്ടിലെ സിറ്റീസ് വലിയ കടകളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നിട്ട് നല്ല സാധനം വാങ്ങിക്കാൻ ഇവിടെ നിന്നാണ് അവിടുത്തെ കടക്കാരും ഹോൾസെയിൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കടയൊക്കെ വാങ്ങിക്കാൻ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡും. ഈ കാണുന്ന ബസ്സാണ് ഇത്. ഈ കിടക്കുന്ന ബസ് നാഗർകോട്ടേക്കുള്ള ബസ്സാണ്. നാഗർകോട്ടേക്കുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു.
ഇതുവരെ നിങ്ങൾ കേട്ടത് ബസ്സിലെ പാട്ട് തന്നെയാണ്. ഇത് നാർക്കോട്ടെത്തി. നാർക്കോട്ട് ഒരു വലിയൊരു മൗണ്ടൻ്റെ മുകളിലുള്ള സ്ഥലമാണ്. വലിയ ടൂറിസ്റ്റ് ഏരിയ ആണ്. ഇവിടെ കാഠ്മണ്ഡുവിൽ നിന്നാണ് അധികം ആൾക്കാരും വരിക. പിന്നെ നേപ്പാളിൽ ബാക്കി സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഡൊമസ്റ്റിക് ടൂറിസമാണ് ഏറ്റവും കൂടുതൽ. നാഗർകോട്ടെത്തി. ഇതിവിടെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായില്ല നാഗർകോട്ടാണെന്ന് പോലും. കാരണം കുറേ വർഷങ്ങൾക്കും ഇവിടെ വന്ന് ജോലി ചെയ്തു. ഒരു 4 വർഷം മുമ്പായിരുന്നു. ഇത് തിരിച്ചു പോകാൻ ഇവിടെ 40 മിനിറ്റ് ഇടവിട്ട് വണ്ടിയാണെന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പയ്യെ പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 4 വർഷം മുമ്പ് നടന്ന വഴികളിലൂടെ പിന്നെയും ഒരു തിരിച്ചു നോട്ടം അല്ലെങ്കിൽ തിരിച്ച് യാത്ര. അത് ശരിക്കും നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ് തരുന്നൊരു യാത്രയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ റോഡ് മാത്രമേ നന്നായിട്ടുള്ളൂ. ബാക്കി എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഒരു വ്യത്യാസമില്ല. പക്ഷേ റോഡ് നന്നായി എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ടൂറിസം കുറച്ചും ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റൈറ്റിൽ കാണുന്ന കടയിലൊക്കെ ഞാൻ സ്ഥിരം വന്ന് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഇവിടെയൊക്കെ ബിയറൊക്കെ കിട്ടും കേട്ടോ എല്ലാ കട. ഇത് ഞാൻ വന്നിരുന്ന ഇതായിരുന്നു, സൂപ്പർ മാർക്കറ്റായിരുന്നു. തൊട്ടപ്പുറത്ത് പഴം വാങ്ങിക്കുന്ന കടയുണ്ട്. പിന്നെ ഈ വഴികളൊക്കെ വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. പല പല വഴികളാണ് ഇവിടെയൊക്കെ. ആ വഴികളൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമാണ്. അത് ഈ കാറ് പോണക്കാളും നല്ല ബൈക്കിൽ തന്നെ പോകണം. അപ്പോൾ പ്രത്യേക അനുഭൂതിയായിരിക്കും. ഓയോ റൂംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയെന്ന് പുതുക്കാൻ വേണ്ടി ഇതിക്കിടയ്ക്ക് ചുമ്മാ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. 2-3 ഹോട്ടലൊക്കെ ഇവിടെ ഉണ്ട്. പെർ ഡേ 2000 നേപ്പാളി റുപ്പീസേ ഉള്ളൂ. വലിയ റേറ്റ് എന്ന് പറയാനൊന്നുമില്ല. ഇവിടെ ചീപ്പായിരിക്കും. നമുക്ക് കാഠ്മണ്ഡുവിൽ മാത്രമേ ഭയങ്കര എക്സ്പെൻസീവ് ഉള്ളൂ. ഇങ്ങോട്ടേക്ക് കയറും തോറും അത്യാവശ്യം ചീപ്പായിരിക്കും. കാരണം വില്ലേജാണ്. ഇത്ര ഏരിയ ഉള്ളൂ ശരിക്കും നാർക്കോട്ട് എന്ന് പറഞ്ഞാൽ. ബാക്കിയൊക്കെ പിന്നെ നാർക്കോട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രകൃതിയാണ് ഇവിടുത്തെ സൂപ്പർ സ്റ്റാർ. അപ്പോൾ പ്രകൃതി കാണാൻ വേണ്ടി ഇവിടെ ആൾക്കാർ തന്നെ. അതുകൊണ്ട് ടൗൺ കാണാനൊന്നുമില്ല. ടൗണിൽ കാണാനൊന്നുമില്ല ആക്ച്വലി. ഇവിടെ നിന്ന് ഹിമാലയം കാണാം. 360 ഡിഗ്രീസിൽ ഹിമാലയം കാണുന്ന ഏരിയയാണ് ഇത്. പല സൈഡിൽ നോക്കിയാലും കാണാൻ പറ്റും. ഇപ്പോൾ ഇനി അടുത്ത മാസം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴേക്കും മൊത്തം ഹിമാലയം കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ വർക്ക് ചെയ്ത റിസോർട്ടാണ്. അവിടെ ഇപ്പോൾ ഹിമാലയം കാണേണ്ടതാണ്. അല്ലെങ്കിൽ അടുത്ത മാസം കാണാൻ പറ്റും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് ഇവിടെയൊക്കെ മഞ്ഞ് വീഴും. ശരിക്കും മഞ്ഞായിരിക്കും ഇവിടെ. ഈ റോഡിലൊക്കെ നല്ല മഞ്ഞ് വീണ സ്ഥലങ്ങളാണ്. അത് ഇപ്പോൾ കണ്ടാൽ വിശ്വസിക്കില്ല. ഒരു നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴേക്കുണ്ടല്ലോ ഈ റോഡ് മുഴുവൻ മഞ്ഞായിരിക്കും. വെളുത്ത മഞ്ഞ് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ഞാൻ പ്രകൃതിയുടെ എല്ലാ സംഭവവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ സമയം 1 മണി ആയാറായി. പക്ഷേ നല്ല തണുപ്പാണ്. ഒരു 20 ഡിഗ്രി സെൽഷ്യസേ ഉള്ളൂ ഇപ്പോൾ. കാരണം ഇതൊരു 2000 മീറ്റർ ഉയരത്തിലാണ് സീ ലെവലിൽ നിന്ന്. സോ ഇവിടെ ഇപ്പോഴും തണുപ്പാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാഠ്മണ്ഡു ചെന്ന് കഴിഞ്ഞാൽ നല്ല ചൂടാണ്. ഒരു 30 അടുത്തുണ്ടാവും. ഈ സ്ഥലം ഇപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ പണ്ടത്തേക്കാളും കുറേ മാറിപ്പോയി. മീൻസ് വേറെ ഒന്നുമല്ല, റോഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. റോഡ് ഇവർ ടാർ ചെയ്ത് നന്നാക്കിയിട്ടുണ്ട്. നേരത്തെ ടാറിങ് ഉണ്ടായിരുന്നില്ല. ടാറിങ് ഉണ്ടായിരുന്നു, പക്ഷേ മോശമായിരുന്നു. പക്ഷെ ഇപ്പോൾ രസമുണ്ട്. ഇപ്പോൾ പോയി എനിക്കൊന്ന് ഹിമാലയം കാണാൻ പറ്റുന്നുള്ളൂ. ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് തൊട്ടടുത്താണ്. പക്ഷേ ഈ ബസ്സല്ലാണ്ട് വേറെ വണ്ടിയൊന്നും ഇല്ലാത്ത കാരണം പോകാൻ ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്നാൽ ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് ഹിമാലയം ചുറ്റും കാണാൻ പറ്റുമായിരുന്നു. ചെറുതായിട്ട് നാർക്കോട്ടൊക്കെ കാണുമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. ബസ്സില്ല. ഇനിയിപ്പോൾ എൻ്റെ റിസോർട്ടിൽ പോകണമെന്നുണ്ട്. അവിടെ പോകണമെങ്കിൽ നടന്നു പോകണമെങ്കിൽ കുറേ സമയം എടുക്കും. 1 മണിക്കൂറൊക്കെ എടുക്കും. കുറേ ദൂരമാണ്. ഇതെൻ്റെ ഒരു ഹോട്ടലാണ്. ആ ഹോട്ടലിൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഞാൻ ഈ ഹോട്ടലിൽ ബാക്കിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കാറുണ്ടായിരുന്നു. ഈ വഴിക്കിടെ പോണെ കാണാം. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അന്നത്തെ. അവരൊക്കെ പരിചയപ്പെട്ടു. അപ്പോൾ ഒരാൾ എന്നെ വണ്ടി കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ഞാൻ കുറച്ച് കാശ് കൊടുത്താൽ മതി. അങ്ങനെ പോയിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഒരു കുന്നുണ്ട് അവിടെ പോണ വഴിക്ക്. ആ കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ വച്ച് പിടിച്ചു. കാരണം ആ കുന്നിൻ്റെ മുകളിലൊരു 4-4:30 കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ 1 മണിക്കൂർ ഇരിക്കാറുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ചാൻസ് കിട്ടുള്ളൂ. അങ്ങനത്തെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ ചാൻസ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വിടാറില്ല. കാരണം ഹിമാലയം നമുക്ക് ദിവസം കാണാമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് എനിക്കൊക്കെ തോന്നുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കൊച്ചു പിള്ളേർക്ക് ഇതിൻ്റെ മുകളിൽ കുന്നൊക്കെ പിടിച്ച് കയറി തന്നെയാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര സ്പെഷ്യലായ സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഈ നാർക്കോട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ, ഇത് ചെറിയൊരു കുന്നാണ്, ഈ കുന്നിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ചുമ്മാ അടിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക എന്നുള്ളത് ഭയങ്കര ഹോബിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ വന്നപ്പോൾ ഒരു പ്രത്യേക രസം. ഇതാണ് എന്നെ കൊണ്ടുവന്ന ആള്. പുള്ളിയുടെ സ്കൂട്ടറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഓക്കെ, आपका नाम बताओ. राजेश. हाँ, आप किधर का है ना? नारकोट का ही. इधर नागरकोट का है. ഓക്കെ. അപ്പോൾ കുന്നിൽ നിന്ന് ഞാൻ നേരെ ഞങ്ങളുടെ കാവ്യ റിസോർട്ടിൽ നിന്നാണ്. നേരത്തെ ലീഫ് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോവുകയാണ്. ആ പോകുന്ന വഴി മുഴിഞ്ഞെടുക്കാൻ പോകും. കാരണം ഈ വഴിയുടെ സ്ഥിരം രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ ഞാൻ പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിയാണ് ഈ വഴിക്ക് പോകുമ്പോൾ. അത് മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് എനിക്ക് കോവിഡ് പിടിച്ചത്. നല്ല അടിപൊളി കോവിഡും വിത്ത് ഹൈ ന്യൂമോണിയം പിടിച്ചിട്ട്
ഞാനൊരു 3-4 ദിവസം ഇവിടെ കിടന്നു. പിന്നെ അതുകഴിഞ്ഞിട്ട് നേരെ അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ഓർത്ത് മിക്കവാറും ഞാൻ ചത്തുവെന്ന് ഓർത്തത്. അപ്പോൾ ലാസ്റ്റ് എന്നെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയി, കാഠ്മണ്ഡു കൊണ്ടുപോയി ICUവിൽ ഒരു 4 ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയോ ഒക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇവർ ഭയങ്കര സ്വീകരണമായിരുന്നു. ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, അത്യാവശ്യം അറിയാം. കാരണം ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവർ എല്ലാവരും വന്ന് ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച ഒരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തിരിച്ച് പിന്നെ വന്നത്. അങ്ങനെ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, അതൊക്കെ മാറ്റിയെടുത്താലും ഇതിൽ കൂടെ പോകുമ്പോൾ ഉള്ള ഓക്സിജൻ എന്ന് വെച്ചാൽ അത്ര നല്ല ഓക്സിജനാണ്. എന്നുവെച്ചാൽ നമുക്ക് ഹൈ ലെവൽ ഓക്സിജനിൽ അത്യാവശ്യം വേണ്ട നല്ല ഓക്സിജൻ ഇവിടെ കിട്ടും. പൊല്യൂഷൻ ലെസ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ വന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ കാവ്യ റിസോർട്ടിൽ ഇപ്പോൾ താമസിക്കണമെങ്കിൽ എനിക്ക് ഒരു ദിവസം 30,000 റുപ്പീസാണ് നേപ്പാളീസ്. അത് അഫോർഡ് ചെയ്യുന്നവർക്ക് താമസിക്കാം, പക്ഷേ അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരിക്കാം. ഇതൊരു മിലിറ്ററി ഏരിയയാണ് ഈ കാണുന്നത്, ഇവരുടെ നേപ്പാളിൻ്റെ. അപ്പോൾ ഈ കാവ്യ റിസോർട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മിലിറ്ററി ഗ്രൗണ്ടൊക്കെ ഉണ്ട്, അവർക്ക് പ്രാക്ടീസിനുള്ള ഗ്രൗണ്ട്, ഷൂട്ടിങ്ങിനുള്ള ഗ്രൗണ്ടൊക്കെ അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ കുറച്ച് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഏരിയയാണ് ഈ സംഭവമെല്ലാം. ഇവിടെ ചെറിയ തട്ടുകടയൊക്കെ ഉണ്ട്, അവിടെ ചെറിയൊരു സംഭവങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഈ ഇടയ്ക്ക് ഈ വഴിക്കടൊക്കെ പോയി കഴിഞ്ഞാൽ ദുലിഖേൽ എന്നുള്ള സ്ഥലത്തേക്ക് പോകും. അതൊക്കെ എൻ്റെ ഒരു വേറെ ഇംഗ്ലീഷ് വീഡിയോ ഉണ്ട്, അതിൽ കാണാം. ഞാൻ പോയൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇംഗ്ലീഷ് എടുത്തിരുന്നത്. അത് നോക്കുകയാണെങ്കിൽ ആ ദുലിഖേൽ കാണാൻ പറ്റും. ഈ ഏരിയ നമ്മൾ പറയുന്നതിനൊക്കെ ഭയങ്കര രസമുള്ള ഏരിയയാണ്. ഈ കാണുന്നതിനേക്കാൾ നല്ല രസമാണ് ഈ പോകുമ്പോൾ. ഇപ്പോൾ ചെറിയൊരു സ്പോട്ട് ഇപ്പോൾ ലെഫ്റ്റിലായിട്ട് കാണാൻ പറ്റും കേട്ടോ. അവിടെ കുറച്ച് കഴിഞ്ഞാൽ കാണാം. അവിടെ നിന്ന് നമുക്ക് സൂര്യാസ്തമയം, സൂര്യോദയമൊക്കെ കാണാം. നാർക്കോട്ട് ഫേമസ് ഫോർ സൺറൈസ് ആണ്. സൺറൈസ് കാണാൻ നാർക്കോട്ട് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഒരു ജിയോഡസിക് ഏരിയ കൂടെ ഉണ്ട് ഇവിടെ. ഈ ലെഫ്റ്റിലൂടെ പോണ വഴിയും ദുലിഖേലിലേക്കുള്ള വഴിയാണ്. ഇവിടെ നിന്നാണ് ഞാൻ അന്നൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഇത് ഒരു മൗണ്ടൻ റിസോർട്ട് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടൊക്കെ അവിടെ ഉണ്ട് പോണ വഴിക്ക്. പിന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് ഈ കാണുന്നതല്ല, ഈ പറയുന്നതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വരും. ഈ അങ്ങേരത്ത് കാണുന്ന ഹിമാലയാണ്. ആ ഒരു വെള്ളമേഘത്തിൻ്റെ അടിയിൽ ഹിമാലയമാണ് മൊത്തം. അതിപ്പോൾ മേഘം മാറിക്കഴിഞ്ഞാൽ ഹിമാലയം കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റിലായിട്ട് ഈ ഒരു ഏരിയയിൽ നല്ല സ്പോട്ടാണ്. അവിടെ നിന്നും ഹിമാലയം നല്ല വ്യൂ കിട്ടും. ഇപ്പോൾ ഈ വഴി ഞാൻ മുഴുവനും കാണിക്കാൻ പോവാണ്. കാരണം ഈ വഴി കിടക്ക് പാതിരാത്രി ഞാൻ വന്നിട്ടുണ്ട്. പാതിരാത്രി വന്നാലും ലൈറ്റില്ലേ പ്രശ്നമാണ്. കാരണം വഴുക്കലുണ്ടാവും എപ്പോഴും. മഴ പെയ്യുന്ന സ്ഥലങ്ങൾ ഏത് സമയത്തും മഴ പെയ്യും. ഇന്ന് തന്നെ മഴ പെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇവിടെ വരുന്ന അധികം ലവേഴ്സാണ്. അതായത് കാഠ്മണ്ഡുന്ന് ഒരു കപ്പിൾസ് ആയിരിക്കും അധികവും വരിക ഇവിടെ. അപ്പോൾ എപ്പോൾ പോയാലും കപ്പിൾസ് നമ്മൾ കാണുള്ളൂ. അങ്ങനെയുള്ള കുറേ ഏരിയകൾ പോണ വഴിക്ക് ഭംഗിയുള്ള കുറേ ഏരിയയുണ്ട്. അവരെ ഫോട്ടോഷൂട്ടിന് വേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങൾക്ക് വരാറുണ്ട്. സ്കൂട്ടറിൻ്റെ മുകളിൽ നിന്നാണ് ഈ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെ കാണാൻ പറ്റും. ഫ്രണ്ടിലത്തെ അതേ വ്യൂ തന്നെ കിട്ടുന്നത്. മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ മേഘം നിൽക്കുന്നത്. കാരണം എനിക്കിവിടുത്തെ കാലാവസ്ഥ അറിയാം. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം, ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും വെയിലും ആവാം. അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ്. ഇത് ചെറിയൊരു ഹോട്ടൽ അവിടെയുണ്ട്. ആ ഹോട്ടലിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ്. അപ്പോൾ ഇവിടെ ആൾക്കാർ വന്ന് ഇങ്ങനെ ചായ കുടിച്ചിരിക്കും. അപ്പോൾ വന്ന സ്ഥിതിക്ക് അവിടെയും കൂടെ ഒന്ന് കാണിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് അങ്ങോട്ട് ഞാൻ കയറി പോവുകയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം വെച്ചാൽ നമ്മുടെ നേപ്പാളിൽ ഏറ്റവും പഴയ വണ്ടികളുണ്ട്, ഇന്ത്യയിൽ ഇറങ്ങുന്ന ഏറ്റവും പുതിയ വണ്ടികളുണ്ട്. രണ്ടും ഉണ്ട് ഇവിടെ. ഏറ്റവും പുതിയ വണ്ടിയാണെങ്കിൽ നേപ്പാളിൽ കാണാൻ പറ്റും, ഏറ്റവും പഴയ വണ്ടിയാണെങ്കിൽ നേപ്പാളിൽ കാണാൻ പറ്റും. അങ്ങനെ തന്നെ ഇവിടുത്തെ അവസ്ഥ. ദൂരെ കാണുന്നതാണ് ഹിമാലയാസൊക്കെ. ഇതൊക്കെ ചുറ്റോട് ചുറ്റും ഹിമാലയ. അന്നപൂർണ്ണ കാണാൻ പറ്റും, ചിലപ്പോൾ മൗണ്ട് എവറസ്റ്റ് കാണാൻ പറ്റും. അന്നപൂർണ്ണയാണ് പലപ്പോഴും കാണാൻ പറ്റുക. അപ്പോൾ ഞാനൊക്കെ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മിക്കപ്പോഴും അന്നപൂർണ്ണയെ കാണാറുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ അന്നപൂർണ്ണ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും. ആ സ്ട്രെച്ച് കാണാൻ ഭയങ്കര രസമാണ്. പിന്നെ ഇവരൊക്കെ ഈ മൗണ്ടനസ് പീപ്പിൾ ആയിരുന്നു. ഇവർക്ക് കുന്ന് കയറാനോ വലിയ ഹൈറ്റ് എന്ന് കണ്ട ഇവന്മാർക്കൊന്നും ഒരു പേടിയില്ല. നമുക്കൊക്കെ ഹൈറ്റ് കാണുമ്പോൾ തന്നെ പേടിയായി പോകും. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് വൈകുന്നേരങ്ങൾ ചുമ്മാ നേരം വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുക എൻ്റെ ഒരു പതിവായിരുന്നു. സോ ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്. ഓർമ്മ പുതുക്കി എൻ്റെ ബ്രെയിനിലെ ഹാർഡ്വെയറൊക്കെ ഫുള്ള് സ്റ്റോറേജ് നിറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ അതൊരു വലിയൊരു ആവേശമാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെ കൊണ്ട്. അതേ പോണ പുതിയതായിട്ടുള്ള ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് എൻഫീൽഡ് ബുള്ളറ്റാണ്. അപ്പോൾ നേപ്പാളീസ് നമ്മൾ കരുതുന്ന പോലെ ചെറിയ വണ്ടിയിൽ നല്ല വാങ്ങിക്കണേ. ഏറ്റവും നല്ല വില കൂടിയ വണ്ടികളൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ജനറേഷനൊക്കെ വാങ്ങിക്കുന്നത്. പിന്നെ വഴി നന്നാക്കും, പക്ഷേ വഴി പിന്നെയും ചീത്തയാണ് ചില സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ എന്നാലും ഞാൻ അന്നുള്ളതിനേക്കാളൊക്കെ വഴി നന്നാക്കിയിട്ടുണ്ട്. 2 സൈഡിലായിട്ട് യെല്ലോ ലൈന് കൊടുത്തിട്ടുണ്ട്. വളരെ നന്നായിട്ടുണ്ട്. ഈ യാത്ര ഒരു അനുഭൂതിയാണ്. ഈ ഒരു മഞ്ഞിൻ്റെ ഇടയ്ക്കിടെ മഞ്ഞ് അങ്ങായിട്ടില്ല, മഴ ഇന്ന് പെയ്യും. മഴ പെയ്യുമ്പോൾ അനുഭൂതി ആയിക്കോളും. കാവ്യ റിസോർട്ട് വളരെ അടുത്തെത്താറായി. ഈ കാണുന്നതാണ് മിലിറ്ററിയുടെ ഷൂട്ടിംഗ് ഏരിയയാണ്. അതിന് തൊട്ട് ഓപ്പോസിറ്റാണ് കാവ്യ റിസോർട്ടിലേക്കുള്ള വഴി. ഈ റിസോർട്ടുകളുടെ വഴി ഒരിക്കലും ഒരു ടാറിയില്ല. കാരണം കാട്ടിലേക്ക് കയറുന്ന അതേപോലെ തന്നെ അതേ ഫീലിങ്ങിൽ വണ്ടിയൊക്കെ കുലുക്കി വേണം ഇതിൽ പോകാൻ.
ബൈക്കിലോ സ്കൂട്ടറിൽ പോയാൽ നന്നായിട്ട് കുലുങ്ങും, കാറിൽ പോയാലും അത് തന്നെ, കല്ലൊക്കെ ഉണ്ട്. അത് കുലുങ്ങാൻ വേണ്ടി തന്നെയൊക്കെയാണ്. കാരണം റിസോർട്ടിൻ്റെ ഉദ്ദേശം തന്നെ കാട്ടിൻ്റെ ഉള്ളിൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ഏരിയയിൽ കുറച്ച് കാലം കഴിയുക, അതിനാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് ഈ വഴി ഒരിക്കലും ഞങ്ങൾ ആദ്യം ടാർ ചെയ്യണമെന്ന് ഓർത്താൽ, പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട, ടാർ ചെയ്യണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മനസ്സിലായി. കാരണം ആ ഒരു ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് കയറുകയാണ് നിങ്ങൾ കുറച്ച് നല്ല ഡീപ്പ് ഫോറസ്റ്റിലേക്കാണ് കയറുന്നത്, അവിടെ റിസോർട്ടുണ്ട്, അവിടെ കുറച്ച് നേരം പീസ്ഫുള്ളായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊന്ന് ഈ വഴിയൊക്കെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ നടന്നു പോയാലും കല്ലൊക്കെ കാല് കൊള്ളും. അപ്പോൾ എങ്ങനെ പോയാലും കല്ലുണ്ട്. ദൂരെ കാണുന്നതാണ് എൻ്റെ ഗേറ്റ്. നമുക്കിനി അടുത്ത എപ്പിസോഡിൽ എൻ്റെ ഉള്ളിൽ കയറി കാണാം. തൽക്കാലം ഉള്ളിലേക്ക് കുറച്ചൊന്ന് കയറി കണ്ടിട്ട് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാം. ഇതിപ്പോൾ കാവേരി റിസോർട്ടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു കാഴ്ചയാണിത്.